ഈ സുനിൽകുമാർ ലാലുക്കാരെ ജീവന തുല്യം സ്നേഹിച്ച ആളാ. ലാലുക്കാരെ ജീവന തുല്യം സ്നേഹിച്ച ആളാ സുനിൽകുമാർ. ലാലുക്കാരെ കണ്ണീരൊപ്പിയ മനുഷ്യൻ അതാണ് സുനിൽകുമാർ. അവനെ ഞങ്ങൾ പൊന്നു പോലെയാ. ഇവിടെ ഞങ്ങളുടെ മുത്താണ്, കറുത്ത മുത്താണ്. ഇവിടെ നമുക്ക് ഈ ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും മൂക്ക് പൊത്തി ശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ വിഷവായു ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ഇത്ര ഉയരത്തിലുള്ള മല അതിൽ നിന്നൊക്കെ മാറി ഇത്ര സുന്ദരമായ ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയത് വലിയ സന്തോഷത്തിലാണ് ലാലൂർ ജനത. സുനിൽകുമാറിനോടുള്ള വലിയ കടപ്പാടാണ് ലാലൂർ ജനതയ്ക്ക്. ആസ്പത്രിയിലെ വേസ്റ്റും ഹോട്ടലിൻ്റെ വേസ്റ്റും അങ്ങനെ വേസ്റ്റുകൾ കണ്ടമാനം വരും. പട്ടികൾ കൂടെ നിറഞ്ഞ് ഇങ്ങനെ മാതി തിന്നിരിക്കില്ല. ഈ കുട്ടീനെ കിട്ടി അത്രയും മോശമായിരുന്നു. എന്നുവെച്ചാൽ വേനൽക്കാലം വന്ന ശ്വാസം മുട്ട് ഉള്ള ആൾക്കാർക്ക് ശ്വാസം മുട്ട്, കുട്ടികൾക്ക് രോഗം, എന്നും രോഗം. അല്ല മറിച്ച് വർഷക്കാലം വന്നാൽ ഈ ചീഞ്ഞൊലിഞ്ഞിട്ട് എല്ലാ വീട്ടിലും ഈച്ച ശല്യം, ഒരു സൈസ് തേരട്ട, അതുപോലെ തന്നെ ഒരു സൈസ് ചെള്ള്, ഇതൊക്കെ എല്ലാ വീട്ടിലും ദിവസം എന്നും വയറുവേദനയും, എന്നും രോഗം കൊണ്ട് രോഗമായിരുന്നു. പിന്നെ വർഷകാലമായി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കാലൊക്കെ ചീഞ്ഞ് പഴുത്തിട്ട് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ തേച്ചിരിക്കില്ലായിരുന്നു. ഇവിടെ 2016 ശേഷമാണ് നമുക്ക് ലാലൂരാണ് നമ്മുടെ വീട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നും വിഷവായു ശ്വസിക്കുന്ന ഒരു അവസ്ഥ. ഈ മാലിന്യത്തിൽ നിന്ന് ഇതിങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യം ഇങ്ങനെ കുന്നുകൂടി ആദ്യ ഘട്ടങ്ങളിൽ പച്ചക്കറി മാലിന്യം, അതുപോലെ തന്നെ സാധാരണക്കാരുടെ വേദന മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്കാണ് അതിന് പരിഹാരത്തിനും ഒരു നിർദ്ദേശം വയ്ക്കാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുടിക്കും. മറ്റേത് അവർ തട്ടികളയെ ചെയ്യിച്ച പൊതിഞ്ഞിട്ടേ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ലാലൂർ പ്രദേശത്താണ്. 2016 മുമ്പ് വേസ്റ്റ് തള്ളുന്ന ഒരു സ്ഥലമായിരുന്നു. വല്ലാത്ത രീതിയിലേക്കുള്ള, ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ദുർഗന്ധങ്ങളൊക്കെ ആയിട്ട് വല്ലാത്ത രീതിയിലേക്ക് പ്രതിഷേധമൊക്കെ നടന്ന സ്ഥലമാണ് അല്ലേ. 2016 അഡ്വക്കേറ്റ് സുനിൽകുമാറാണ് ശരിക്കും ഇത് ഇത്തരമൊരു പ്ലാൻ കൊണ്ടുവന്നത് അല്ലേ. 2016 മത്സരിക്കുമ്പോൾ സുനിൽകുമാർ ഇവിടെ വന്ന് ഈ ജനങ്ങളുടെ വിഷമം കണ്ടു. എന്നിട്ട് അങ്ങനൊരു വാഗ്ദാനം തരികയാണ്. ഇതിനൊരു ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. അതിനെ തുടർന്നാണ് ഇവിടെ ഈ ഒരു പ്ലാനിലും ഇതൊക്കെ സംവിധാനം ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ഇതൊക്കെ കൊണ്ടുവന്നത്. പല തടസ്സങ്ങളും അത് വരുന്ന സമയത്തുണ്ടായിരുന്നു. കാരണം ഇതൊരു ട്രഞ്ചിങ് ഗ്രൗണ്ട്, കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു ട്രഞ്ചിങ് ഗ്രൗണ്ടാണ്. ഇത് മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കോർപ്പറേഷനെ എവിടെ കൊണ്ട് മാലിന്യം തട്ടും എന്നുള്ളൊരു വലിയ ആശങ്കയ്ക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം പണി ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി ടോം ജോസഫ് അവരൊരു പുതിയ രീതിയിൽ മാലിന്യം കത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റിനൊക്കെ വളരെ സമ്മർദ്ദം ചെലുത്തി ഇവിടെ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് മുൻകാലത്ത് ഇവിടെ നമുക്ക് ഈ ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും മൂക്ക് പൊത്തി ശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ വിഷവായു ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ഇത്ര ഉയരത്തിലുള്ള മല നിൽക്കുമ്പോൾ ആ മലയിൽ നിന്ന് ഇങ്ങനെ സഫോക്കേഷൻ ഭയങ്കരമായിട്ടുണ്ടാകുന്നൊരു സ്ഥിതിയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇത്ര സുന്ദരമായ ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയത് വലിയ സന്തോഷത്തിലാണ് ലാലൂർ ജനത. സുനിൽകുമാറിനോടുള്ള വലിയ കടപ്പാടാണ് ലാലൂർ ജനതയ്ക്ക്. എന്തായാലും ഈ പണി പൂർത്തീകരിക്കാൻ കുറച്ച് താമസം വന്നു. കോവിഡ്, അതുപോലെ തന്നെ നമ്മളെ വലിയ വെള്ളപ്പൊക്കം, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നതിൻ്റെ പേരിൽ കുറേ താമസം വന്നു. എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ IMGM സ്റ്റേഡിയത്തിൻ്റെ പേരിലുള്ള സ്റ്റേഡിയം, അപ്പുറത്ത് ഇൻഡോർ സ്റ്റേഡിയം, സ്വിമ്മിംഗ് പൂള്, അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഹോക്കി സ്റ്റേഡിയം, ഇത് വലിയൊരു ലെവലിലേക്കുള്ളൊരു പദ്ധതിയാണ് ശരിക്കും അല്ലേ. വലിയ രീതിയിലേക്കാണ്, വലിയ രീതിയിലുള്ളൊരു പദ്ധതിയാണ്. അല്ല വെറും ഒരു ഇൻ്റർനാഷണൽ രാജ്യാന്തര സ്റ്റേഡിയം, IMGൻ്റെ പേരിലുള്ള ഒരു രാജ്യാന്തര സ്റ്റേഡിയം, അതോടൊപ്പം ഇൻഡോർ സ്റ്റേഡിയം, അതോടൊപ്പം സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ളത്, അങ്ങനെ എല്ലാത്തരം ഒരു ഇത് വലിയ ഇതായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പഴയൊരു അവസ്ഥ, നിങ്ങൾ പഴയ ഇവിടെ താമസക്കാരാണോ അല്ലേ, പഴയൊരു അവസ്ഥ എന്തായിരുന്നു? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 55 കൊല്ലമായി. അന്നൊക്കെ ഇതിൽ കടക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള മാലിന്യം അങ്ങനെ കൊണ്ടുവന്ന് കൂട്ടുക. അത് തന്നെ അന്ന് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ആസ്പത്രി വേസ്റ്റ് വരെ ഇവിടെ വന്നായിരുന്നു. ആരും ചോദിക്കാനില്ല, മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് തട്ടുക. അതല്ല, കുറേ ഏജൻറ്റുമാരെ നിർത്തി ആസ്പത്രിയിൽ നിന്നുള്ള വേസ്റ്റ് വരും. അങ്ങനെ വേസ്റ്റ് തട്ടി ഇവിടെ കുറേ സമരങ്ങളൊക്കെ നടക്കും. ആ സമരങ്ങളൊക്കെ അവർ തല്ലിയൊതുക്കും, വീണ്ടും കൊണ്ടുവന്ന് തട്ടും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഏതോ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവം മാസം തികയാത്ത
ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് ആ കുട്ടീനെ അവർ ഇത്ര അകലെയുള്ളവരായിരുന്നു. ആ കുട്ടീനെ പാക്ക് ചെയ്ത് ഒരു ഒരു പാക്ക് ചെയ്ത് ഇവരുടെ കയ്യിൽ കൊടുത്തയച്ചു. അവിടെ കുഴിച്ചിടാനുള്ള ആൾക്കാരുണ്ട് ആ ഹോസ്പിറ്റലിൽ. ഞങ്ങൾ കുഴിച്ചിട്ടോളാം. അപ്പോൾ അതിന് അന്ന് 500 രൂപ 300 രൂപ അവർ മേടിച്ചു. ഇവിടെ കൊണ്ടുവന്നത് രാത്രിയായി വരുമ്പോൾ കുഴി കുത്താൻ സൗകര്യം കണ്ടില്ല. അവരെന്ത് ചെയ്തു, ഈ ഇതിൻ്റെ മാലിന്യ മലര മുകളിൽ കയറി ഒന്ന് തോണ്ടി ആ കുഞ്ഞെ ബോഡി അവിടെ വെച്ചു. പട്ടികൾ ഇങ്ങനെ ഇതിൽ കൊണ്ടുവന്ന് ആസ്പത്രിയിലെ വേസ്റ്റും ഹോട്ടലിൻ്റെ വേസ്റ്റും അങ്ങനെ വേസ്റ്റുകൾ കണ്ടമാനം വരും. പട്ടികൾ ഇവിടെ നിറഞ്ഞ് ഇങ്ങനെ മാതി തിന്നിരിക്കില്ല. ഈ കുട്ടീനെ കിട്ടി പട്ടികൾക്ക്. ആ കുട്ടികളെ കിട്ടി കടിച്ച് പിടിച്ച് പട്ടികൾ മെയിൻ റോഡിലെത്തി. അപ്പോഴാണ് ജനങ്ങൾ കാണുന്നത്. അപ്പം തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. അത്രയേറെ മോശമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അത്രയും മോശമായിരുന്നു. എന്നുവെച്ചാൽ വേനൽക്കാലം വന്ന ശ്വാസം മുട്ട് ഉള്ള ആൾക്കാർക്ക് ശ്വാസം മുട്ട്, കുട്ടികൾക്ക് രോഗം, എന്നും രോഗം. അല്ല മറിച്ച് വർഷക്കാലം വന്നാൽ ഈ ചീഞ്ഞൊലിഞ്ഞിട്ട് എല്ലാ വീട്ടിലും ഈച്ച ശല്യം, ഒരു സൈസ് തേരട്ട, അതുപോലെ തന്നെ ഒരു സൈസ് ചെള്ള്, ഇതൊക്കെ എല്ലാ വീട്ടിലും ദിവസം എന്നും വയറുവേദനയും എന്നും രോഗം കൊണ്ട് രോഗമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമരങ്ങളൊക്കെ ചെയ്ത് കുറേ ഹൈക്കോടതിയിൽ പോയി കേസൊക്കെ കൊടുത്ത് ഒരു രക്ഷയും കിട്ടിയില്ല. അപ്പോഴാണ് ഈ സുനിൽകുമാർ ഇലക്ഷൻ വന്നു. സുനിൽകുമാർ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. അങ്ങനെ സുനിൽകുമാറോട് വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിൻ്റെ പരാതി. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ജയിക്കുക വെച്ചാൽ ഇതിനൊരു പരിഹാരം കാണും. പരിഹാരം ഇത്ര വലിയ പരിഹാരമാണെന്ന് ഞങ്ങൾ ലാലുകാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ സ്റ്റേഡിയം ഇവിടെ പൊന്തിയത്. ഇതിനെ എതിർക്കാനായിട്ട് ഇതിവിടെ എന്താ പറയുക, മാലിന്യ പ്ലാന്റ് പണിയുള്ള സ്ഥലമാണ്. ഇവിടെ ഇതൊന്നും അനുവദിക്കില്ല, ഞങ്ങൾ വേറെ ഈ സ്റ്റേഡിയം മാറ്റിക്കോ, വേറെ 25 ഏക്കർ സ്ഥലം ഫ്രീ തരാമെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പരാതി ചെന്നു. മുഖ്യമന്ത്രി പറഞ്ഞു സുനിൽകുമാറിന് ഞാൻ വാക്ക് കൊടുത്തതാ, അത് അവിടെ തന്നെ നടക്കും. ആ സ്റ്റേഡിയം ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ തന്നെ വരും. അതിന് നിങ്ങൾ ആര് തലകുത്തിയാലും കാര്യമില്ല. 100 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആ വാക്ക് മാറില്ല, സുനിലിനും കൊടുത്ത വാക്ക് മാറില്ല എന്ന് നമ്മുടെ കേരള മുഖ്യമന്ത്രി അലക്കി. അത്രയേറെ പ്രയാസമായിരുന്നു ശരിക്കും അവിടെ ജീവിക്കാൻ. അങ്ങനെ അത്രയും പ്രയാസമായിരുന്നു. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സുനിൽകുമാർ വന്നു പരിപാടികൾ തുടങ്ങി ആരംഭിച്ചു. ഞങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റത് ഞങ്ങളുടെ വീട്ടിലൊരു അതിഥി ഊണ് കഴിക്കാൻ വന്നാൽ ശരിക്കും അവൻ ഭക്ഷണം കഴിക്കില്ല. ഈ വാസന ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ വെച്ചാൽ ഈ വയസ്സായ ആൾക്കാർ, പ്രായം കുറഞ്ഞവരൊക്കെ ഈ വാസന കേട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഈ പുറമെന്ന് ഈ ഓണം, വിഷു, പൂരം, പെരുന്നാളുകൾ ഒക്കെ വരുമ്പോൾ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ അടിച്ചു കൂടി വീട്ടിലുണ്ടാവും. ആ വീട്ടില് നിങ്ങളുടെ സ്ഥലത്തിന്റെ ഒക്കെ വാല്യൂ ഒക്കെ പോയിണ്ടാവില്ലേ? ഇവിടെ ചുറ്റുള്ള കിണറ്റിലെ വെള്ളം വരെ കുടിക്കാൻ പറ്റില്ല. ഈ മാലിന്യം ഒലിച്ച് റെഡിയായോ? ഇപ്പൊ വെള്ളം ക്ലിയറായി, ഇപ്പൊ എല്ലാവരും കുടിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ പുക വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ വണ്ടി വന്ന് കൊട്ടലും അതിൻ്റെ ഒപ്പം മറ്റേ ഭാഗം ഇന്നലെ തട്ടിയ ഭാഗം തീയിടലായിരുന്നു. അങ്ങനെ പുക കൊണ്ട് കുട്ടികളൊന്നും പുറത്തിറങ്ങാനും പറ്റില്ല. വലിയവർക്ക് ശ്വാസം മുട്ട്, കുട്ടികൾക്ക് വൈകുന്നേരമായ ഡോക്ടറെ കാണാൻ കൊണ്ടുവിടണം എല്ലാ കുട്ടികളെയും. പിന്നെ വർഷകാലമായി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കാലൊക്കെ ചീഞ്ഞ് പഴുത്തിട്ട് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ തേച്ചിരിക്കില്ലായിരുന്നു ഇവിടെ. അങ്ങനെ കുട്ടികളും വലിയവരും വയസ്സായവർക്കൊക്കെ വൈകുന്നേരമായി കിടന്നുറങ്ങാൻ പറ്റില്ല. അത്രയും വലിയൊരു ദുരിതം ആയിരുന്നു ഈ സ്ഥലം. ആ ദുരിതം മാറ്റിയത് ഞങ്ങളുടെ സുനിൽകുമാറാണ്. സുനിൽകുമാർ വന്നപ്പോൾ ഏറ്റവും അധികം സ്ഥലം വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം, നിങ്ങൾക്ക് ഇനി ഈ മാലിന്യം വരില്ല, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. മാലിന്യം വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു സാധനം ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തല്ല പറഞ്ഞെന്നുള്ളത്. ഇതിപ്പോൾ ഞങ്ങളുടെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്ന കാലത്ത് വലിയൊരു പ്രശസ്തി ആയിരുന്നു ഞങ്ങൾക്ക് ലാലൂർ. ഏത് പേപ്പർ എടുത്താലും ലാലൂർ കാണുള്ളൂ. ഇപ്പം ഇന്ന് അതിലും വലിയൊരു പ്രശസ്തിയായി. രാജ്യാന്തര സ്റ്റേഡിയം ലാലൂരിൽ സുനിൽകുമാർ കൊണ്ടുവന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ നല്ല കുഴപ്പമില്ല. മുമ്പ് എന്തായിരുന്നു അവസ്ഥ? മുമ്പ് ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഈച്ചയൊക്കെ നിറയുണ്ടായിരുന്നു. 2016 ശേഷമാണ് നമുക്ക് ലാലൂരാണ് നമ്മുടെ വീട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിന് മുന്നേ നമുക്ക് ലാലൂരാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വെച്ചാൽ തന്നെ ലാലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു ഇവിടെ അവസ്ഥ. അതായത് നമുക്കൊരു ദിവസം പോലും, വർഷകാലം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം പോലും
ഇവിടെ പുറമെ നിന്ന് വരുന്നവർക്ക് വന്ന് നിൽക്കാനോ വേറെ ഒരു അവസ്ഥയ്ക്ക് പറ്റില്ല. വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ വരുന്ന ഗസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യില്ല. പറ്റില്ല. നമുക്ക് ഇവിടെ നിവർത്തിക്കേട് കൊണ്ട് നമുക്ക് അത് പിടിച്ചു നിന്നേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പോൾ നമുക്ക് എവിടെ വീട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായിട്ട് എല്ലാവരുടെ അടുത്തും പറയാം ലാലൂരാണെന്നുള്ളത്. അത് സുനിൽകുമാർ എന്ന ഒരു സഖാവിൻ്റെ വലിയൊരു പ്രയത്നം തന്നെയാണ്. അദ്ദേഹം വന്ന് പറഞ്ഞാണോ ശരിക്കും ഇത് ഇവിടെ മാറ്റും അല്ലെങ്കിൽ ഈ ഇത്തരം രീതിയിലേക്ക് ഡെവലപ്മെന്റ് ചെയ്യുന്നുള്ളത്? തീർച്ചയായിട്ടും ആള് അന്ന് 2016 ആ വാക്ക് തന്നതാണ്. അത് കുറച്ച് സമയമെടുത്താലും അത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരുവിധം ഇതിൻ്റെ പണികളെല്ലാം പൂർണ്ണമായി അന്തിമഘട്ടത്തിലേക്ക് എത്തി. ഇതിനും സ്പീഡിൽ നടക്കേണ്ടതായിരുന്നു ശരിക്കും. അതിൽ കുറച്ച് ഈ കൊറോണയുടെ കാലം വന്നപ്പോഴാണ് ജോലിക്കാർ കുറഞ്ഞതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ഒന്ന് കുറച്ച് വൈഡായി പോയത്. എന്നിരുന്നാലും ഞങ്ങൾ ഈ ലാലുക്കാർ മുഴുവൻ ഈ ഒരു സംഭവത്തിൽ മനസ്സാലെ പൂർണ്ണമായും ദത്തെടുത്തതാണ്. ഇത് പറഞ്ഞ മാതിരിയാണൊക്കെ. ഇതിൽ പറഞ്ഞാലും വിട്ടൊന്നുമില്ല. ഇതിനെ ഇതിങ്ങനെ തന്നെയായിരുന്നു. ഇതിൽ പറഞ്ഞ മാതിരി തന്നെ വല്ലാത്ത മോശമായിരുന്നു. ആ മോശം തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു പഴയകാല അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിലൊരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ഒരു ദുർഗന്ധം ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ലാലൂർ പ്രദേശം മാത്രമല്ല വരുന്ന ഏരിയയിലൊക്കെ സ്പ്രെഡ് ആവുമല്ലോ. ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റും ഇവിടെ ഈ മാലിന്യത്തിൻ്റെ അതിൽ നിന്നുള്ള പുക ഗ്യാസ് ഇങ്ങനെ ശ്വസിച്ചു വരുമ്പോൾ ജീവിക്കാൻ പറ്റാത്ത. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു 32 കിണറുകളോളം വെള്ളം ബാക്ടീരിയ കോളിഫോം ബാക്ടീരിയ കയറി നശിച്ചു പോയി. ഇവിടെ ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു കിണറ്റിൽ ഒരു കോഴി വീണിട്ട് അതിനെ എടുക്കാനായിട്ട് പോയ 3 ആൾ വിഷവായു ശ്വസിച്ച് മരിക്കേണ്ട ഒരു ഘട്ടമുണ്ടായിൻ്റെ. അതുപോലെ തന്നെ ഈ പരിസരത്ത് കിണറ്റിലെ വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വളരെ കൃത്യമായിട്ട് എഴുതി കളഞ്ഞതാണ്. അതൊക്കെ ഇപ്പോൾ ഒരു വലിയ പരിഹാരം വന്നു കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ മഴക്കാലൊക്കെ എന്ന് വെച്ചാൽ ഈച്ച ശല്യമായിട്ട് ഒരു കൈ ഈച്ചേനെ ഇടണം, ഒരു കൈ ഭക്ഷണം കഴിക്കണം, ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. വിരുന്നുകാരൊന്നും വരില്ല. ഈ നാട്ടിൽ ലാലൂർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഞങ്ങൾ തന്നെ ബസ്സിൽ വരുമ്പോൾ ലാലൂരെന്ന് പറഞ്ഞിട്ട് വരാൻ മടിയാണ്. ലാലൂർത്തെ ജനങ്ങളെന്ന് പറയാൻ മടിയാണ്. കാരണം ഞങ്ങളുടെ അരിയത്തിരിക്കുന്ന ആൾക്കാർക്ക് വരെ ലാലൂകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഞങ്ങളിങ്ങനെ ലോക പ്രശസ്തിയിലേക്ക് കയറി വന്ന ഒരു നല്ല കാലഘട്ടമാണ്. എന്നും വിഷവായു ശ്വസിക്കുന്ന ഒരു അവസ്ഥ. ഈ മാലിന്യത്തിൽ നിന്ന് ഇതിങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യം ഇങ്ങനെ കുന്നുകൂടി ആദ്യ ഘട്ടങ്ങളിൽ പച്ചക്കറി മാലിന്യം, അതുപോലെ തന്നെ മറ്റേ മലം അതൊക്കെ കൊണ്ടുവന്നിട്ട് കമ്പോസ്റ്റാക്കി പോകുന്ന അവിടെ നിന്നാണ് അത് തുടങ്ങിയത്. അത് തുടങ്ങി അന്ന് മുനിസിപ്പാലിറ്റി ഇത്ര വലിയ ഇതായി ഉണ്ടായിരുന്നില്ല. 2000 ഇത് കോർപ്പറേഷനായി. അപ്പോൾ ഈ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ കൂടി ഉൾക്കൊണ്ടു. ആ ഉൾക്കൊണ്ടോടുകൂടി മാലിന്യത്തിൻ്റെ അളവ് കൂടി, മാലിന്യത്തിൻ്റെ സ്വഭാവത്തിനും മാറി. നേരത്തെ പച്ചക്കറി വേസ്റ്റും അതുപോലത്തെ മാലിന്യങ്ങളും അതൊക്കെ വന്നിരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യമായി. പ്ലാസ്റ്റിക് മാലിന്യം ഒരു കാരണവശാലും ദ്രവിച്ചു പോകുന്നില്ല. ഒരു 400 കൊല്ലമാണ് ഒരു പ്ലാസ്റ്റിക് ദ്രവിച്ചു പോകാനായിട്ട് പറയുന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ പല പ്രാവശ്യം കേസൊക്കെ കൊടുത്തതിന് ശേഷം അത് ട്രഞ്ചെടുത്ത് മണ്ണിട്ട് മൂടുക എന്നുള്ളൊരു താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിൽ അങ്ങനെ പരിഹാരം. പക്ഷേ ഇട്ടിട്ട് ഈ കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ വരെ മല പൊന്തി വന്ന ഒരു ഘട്ടത്തിൽ മഴക്കാലത്ത് ഈ മലയുടെ മുകളിൽ നിന്ന് ഈ അഴുക്ക് വെള്ളം ഇങ്ങനെ ഈ റോഡിലേക്ക് അങ്ങനെ ഒഴുകിപ്പോയിട്ട് ആ വീടുകളിലത്തൊക്കെ വെള്ളം കയറി വലിയ ഒരു പ്രതിസന്ധി രൂക്ഷം. ആ വൃത്തികെട്ട ലെവലിലേക്കായിരിക്കും ചിലപ്പോൾ ഉണ്ടാവാം മൊത്തമായിട്ട്. അതായത് ഒരു പരിസരം ഞാൻ കാണുന്നത് ഇത്രയേറെ വല്ലാത്ത രീതിയിലേക്ക് വികസിച്ച് കിടന്നിരുന്ന സംഭവം, അത്രയേറെ വേസ്റ്റ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പറ്റില്ല എന്ന് ഒരാൾക്ക് പറഞ്ഞാൽ തോന്നില്ല. അത്രമാത്രം മാലിന്യം ആയിരുന്നു ഇവിടെ കിടന്നത്. അതൊക്കെ ഇവിടുന്ന് കുറേ നീക്കിക്കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ അവിടെ ഇപ്പോഴും മാലിന്യം അരിച്ച് പ്ലാസ്റ്റിക് നീക്കി മണ്ണാക്കിയെടുത്ത് ഇതിൽ നല്ലൊരു മണ്ണുണ്ട്. പക്ഷേ ലാലൂരത്തെ മണ്ണ് എന്ന് പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് പേടിച്ചിട്ട് എല്ലാവരും വേണ്ടെന്ന് പറയും. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അവിടെ അരിച്ചെടുത്ത് പ്ലാസ്റ്റിക്കുകൾ മറ്റത് സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ നല്ല രീതിയിലൊരു സംസ്കരണം തന്നെ നൽകണം. മറ്റത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാനോ ഒന്നും ഒരു പരിധിയിലാണ്ട് വെറുതെ കൊണ്ടുവന്ന് തട്ടണ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടാന്നാണ് പറയുക. കോടതി പറയുമ്പോൾ 6 ഇഞ്ച് കനത്തിൽ മണ്ണൊക്കെ പറയുക. പക്ഷേ അവസാനം വരുമ്പോൾ വെറുതെ മണ്ണിങ്ങനെ ഇതൊന്ന് വീശനന്മാരിയുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കായിരുന്നു ജീവിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ നടന്നു. തീർച്ചയായും ശരിക്കും എന്താണ് പറയുക, ഇവിടുത്തുകാർ നല്ല രീതിയിലേക്ക് കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുക, അത്യാവശ്യം കുടുംബക്കാരൊക്കെ വന്നാൽ സുഖമായിട്ട് താമസിക്കുന്നുണ്ട്, സ്മെല്ലില്ലാതെ അല്ലേ? സ്മെല്ലില്ലാതെ താമസിക്കുന്നുണ്ട്, ദുർഗന്ധമില്ലാതെ. ഇപ്പോൾ ജനങ്ങൾ ഇതൊക്കെ വന്നതോടുകൂടിയിട്ട് ഇവിടുത്തെ സ്ഥലങ്ങൾ എന്തുവരേക്ക് കിട്ടുന്ന അന്വേഷിച്ചു തുടങ്ങി. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. വളരെ വിലക്കുറവും ചവിട്ടി പോകുന്ന ആളുകൾക്ക് വേണ്ടാത്തൊരു സംഭവമാണ്, വേണ്ടാത്ത സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഇത്രയും വലിയ വികസനം വന്നതോടുകൂടി പരിസരത്തുള്ള വീടുകളൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് സ്ഥലം അന്വേഷിച്ച് വന്നു തുടങ്ങി. അത്ര മാറ്റം വന്നു. ഇവിടെ വലിയൊരു ഡെവലപ്മെൻറ്റ്. രാജ്യാന്തര ലെവലിലേക്ക് ഒരു സ്ഥലത്തെ മാറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതായത് അതിനപ്പുറത്തേക്ക് സമരത്തിലിരുന്ന ആളുകൾക്ക് സുനിൽകുമാർ കൊടുത്ത വാക്ക് അന്ന് ഇവർ പറയുകയാണല്ലേ. നിങ്ങളോട് എന്താ പറഞ്ഞേ?
ഇവിടെ മാറ്റും എന്ന് പറഞ്ഞില്ലേ, അത് മാറ്റിയിരിക്കുന്നു. ഇന്ന് ഇവിടെ ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ബാക്കി സ്ഥലങ്ങളുണ്ട്, അത്യാവശ്യം ബിൽഡിങ്ങുകളും മറ്റുള്ള സംഭവം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രൂപരേഖ ശരിക്കും ഇവിടെ സ്റ്റേഡിയം വരും എന്നുള്ള സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ സ്റ്റേഡിയം പണിത് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അത്തരം ഇതിലേക്കൊക്കെ ശരിക്കും ഒരു ജനപ്രതിനിധി ആവുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഒരു ജനപ്രതിനിധി വേണ്ടത്. അപ്പോൾ തൃശ്ശൂരിലെ ആളുകളെ അറിയുന്ന ആളുകൾക്കാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുക, അല്ലേ? തീർച്ചയായും. അപ്പോൾ സാധാരണക്കാരൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്കാണ് അതിന് പരിഹാരത്തിനും ഒരു നിർദ്ദേശം വയ്ക്കാൻ പറ്റുള്ളൂ. മറ്റതെല്ലാവരും ഇത് കുറേ കാലമായിട്ട് മാലിന്യം ഇവിടെ സംസ്കരിച്ചു, ഇവിടെയില്ല ഈ കോർപ്പറേഷൻ്റെ മാലിന്യം അല്ലെങ്കിൽ പുറത്തെ മാലിന്യം എവിടെ തട്ടും, അതാണ് അവർ മറ്റുള്ള ആൾക്കാരുടെ ചോദ്യം. സുനിൽകുമാർ ഒരു ഗ്യാരണ്ടി പറഞ്ഞു, ഗ്യാരണ്ടി പാസ്സാക്കി. നമുക്കത് പൂർണ്ണമായിട്ട് കുറച്ച് താമസം വന്നു ഒഴിച്ച് ബാക്കി നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ സ്മെല്ല് മാറിയില്ല, മാലിന്യം പോയില്ല ഇവിടുന്ന്. എന്താ ഇനി മാലിന്യം വരില്ലല്ലോ അങ്ങോട്ട്. സ്മെല്ലുമില്ല, ഈച്ചുമില്ല, വെള്ളം കുടിക്കാം. ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുടിക്കും. മറ്റേത് അവർ തട്ടിക്കളയുക, ഈച്ച പൊതിഞ്ഞിട്ടേ ആ ഗ്ലാസിൻ്റെ ചുറ്റും ഈച്ചിന് അവർ ചോദിച്ചത് എന്തിട്ട് വെള്ളം നിങ്ങൾ കൊണ്ടുവച്ചേക്കണേന്ന്. അതേമാതിരത്തെ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തരുന്നത്. അവർ കുടിക്കാറുമില്ലേ. ഇപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് വെള്ളം ചോദിച്ചു തുടങ്ങി, ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഈ സുനിൽകുമാർ ലാലുക്കാരെ ജീവന തുല്യം സ്നേഹിച്ച ആളാ. ലാലുക്കാരെ ജീവന തുല്യം സ്നേഹിച്ച ആളാ സുനിൽകുമാർ. ലാലുക്കാരെ കണ്ണീരൊപ്പിയ മനുഷ്യൻ, അതാണ് സുനിൽകുമാർ. അവനെ ഞങ്ങൾ പൊന്നു പോലെയാ ഇവിടെ. ഞങ്ങളുടെ മുത്താണ്, കറുത്ത മുത്താണ് സുനിൽ. തീർച്ചയായും ജനങ്ങൾക്ക് ഇവിടെ ഈ കോർപ്പറേഷൻ മാലിന്യം ഇങ്ങനെ തട്ടി നിൽക്കുമ്പോൾ നിരവധി സമരം നടക്കുമ്പോൾ നമ്മുടെ കോർപ്പറേഷൻ മേയറായിരുന്നു IP പോൾ മാലിന്യം ഇവിടെ തട്ടില്ല എന്നൊരു വാഗ്ദാനം തന്നു. മാലിന്യം പക്ഷേ മാലിന്യം ഇവിടെ ഇങ്ങനെ ഇത്രയും മലയായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ IP പോളിനെ മറക്കാൻ പറ്റില്ല. കോർപ്പറേഷൻ്റെ അകത്ത് മറ്റ് കൗൺസിലർമാരൊക്കെ വളരെ ശക്തമായിട്ട് ഇതല്ലാണ്ട് ഇവിടെ കൊണ്ടുപോവുക, ഈ ടൗണിൽ മുഴുവൻ പരത്തിടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ട് എതിർപ്പ് പ്രകടിച്ചാലും ഇത്ര കാലം ഇവിടെ മാലിന്യം തട്ടി, ഇനി ഇവിടെ മാലിന്യം തട്ടാൻ പാടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമെടുത്തത് IP പോളാണ്. പക്ഷേ അപ്പോൾ ആ മാലിന്യം ഇവിടെ കിടന്നു. പക്ഷേ ആ മാലിന്യം സംസ്കരിച്ച് ഇതുപോലൊരു സ്ഥലമായി കിട്ടിയത് സുനിൽകുമാറിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പാണ്. അങ്ങനെ IP പോളിനെയും നമുക്ക് മറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. 2012 ഇവിടെ മാലിന്യം തീ പിടിച്ചു. മാലിന്യം തീ പിടിച്ചപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയ ചെറിയ വീടുകളാണ്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പുക ചെന്ന് അവിടുത്തെ അമ്മായിമാരും മാമ്മമാരെയൊക്കെ മാറ്റാൻ ചെന്നപ്പോൾ അവർ വീട് കെട്ടിപ്പിടിച്ച് കരയിന്. ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ എവിടെ ഇട്ടിട്ട് അങ്ങനെ പോരും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെ പുറത്ത് കൊണ്ടുപോയി. അന്ന് IP പോളാട്ടൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ പുക ഇതൊക്കെ കണ്ടപ്പോൾ പോളാട്ടന് തോന്നി ഇവിടുത്തെ ജനങ്ങളുടെ ദയനീയ അവസ്ഥ. നഞ്ഞത്തടിച്ച് കരയുന്നവരും കുട്ടികളുടെ അടുത്ത് മറത്തടിച്ച് കരയണ അമ്മമാരെയൊക്കെ കണ്ടപ്പോൾ പോളാട്ടം എന്നൊരു ദൃഢനിശ്ചയം എടുത്തു, ഇനി ലാലൂരിലേക്ക് മാലിന്യമില്ല എന്നുള്ളത്. ആ ദൃഢനിശ്ചയം ഞങ്ങൾക്കൊരു ഇതായി ചെയ്തു. പിന്നെ 16-ൽ സുനിൽകുമാർ വന്നപ്പോൾ സുനിൽകുമാർ തന്ന ആ ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി അല്ലാട്ടത്, ഇത് സുനിൽകുമാറിൻ്റെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്ന ഉറച്ച വിശ്വാസത്തിൽ ഇന്ന് രാജ്യാന്തര സ്റ്റേഡിയം എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും വരാനും കാണാനും ഇരിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേഡിയം ഞങ്ങളുടെ സുനിൽകുമാർ ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ആ സുനിൽകുമാറിനെ ലാലുക്കാർ ഒരു കാലത്തും മറക്കില്ല. ആ മറക്കാത്ത സുനിൽകുമാറിനെ എല്ലാവരും വോട്ട് ചെയ്യും. തീർച്ചയായും ഇപ്പോൾ നമ്മളോട് നമുക്ക് എടുത്തു പറയാനുള്ളൊരു വിഷയം, അതായത് ഒരു പദ്ധതി രൂപീകരിക്കുക, ആ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയാം. അതൊക്കെ തന്നെയാണ് ഒരു ജനപ്രതിനിധി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ലാലൂർ പ്രദേശം ഇത്രയും സുന്ദരമാക്കി കൊടുത്ത ശരിക്കും ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ അത് സുനിൽകുമാറാണെന്ന് ഈ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം.